മൗനരാഗം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പ്രകാശൻ ഇങ്ങനെ പണ്ട് മലയ്ക്ക് പോയ കാര്യങ്ങളൊക്കെ ചിന്തിക്കുവട്ടെ. ഇപ്പോൾ കെട്ടുനിറ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വിക്രവുമായിട്ട് ശബരിമലയ്ക്ക് പോയ കാര്യങ്ങളൊക്കെ ഓർക്കുന്നത്. അപ്പോൾ അന്ന് കല്യാണിയിട്ട് വഴക്കുണ്ടാക്കിയിട്ട് ഇവർ ഇറങ്ങാൻ നേരത്ത് കല്യാണി വരികയും കല്യാണി കണിയായിട്ട് കണ്ടത് ഭയങ്കര ദുശകുനമാണെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടും ബഹളം വെച്ചുമൊക്കെയാണ് വിക്രവും പ്രകാശനും കൂടെ മലയ്ക്ക് പോകുന്നത്. മലയ്ക്ക് പോയതിന് ശേഷം പ്രകാശിൻ്റെ അമ്മയാണെങ്കിലും കല്യാണി ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുക കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇവർ പോയിട്ട് തിരിച്ച് വരുന്നതെന്നാണ് കാണിക്കുന്നത്. തിരിച്ച് വരുമ്പോൾ വിക്രത്തിൻ്റെ തലയിൽ കെട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മയും മുത്തശ്ശിയൊക്കെ ചോദിക്കുക എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ നേരെ പറയുകയാണ്, പോയ വഴിക്ക് എൻ്റെ കാൽ വഴുതി വീണ് തലയിൽ മുറിവുണ്ടെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അവളെ കണ്ടിട്ട് പോയിട്ടാണെന്നും പറഞ്ഞ് മുത്തശ്ശി അങ്ങ് തുടങ്ങുക കേട്ടോ. പ്രകാശൻ അങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോൾ ദീപ പറയും, പ്രകാശേട്ട എൻ്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യല്ലേ എന്ന് പറയും. പ്രകാശൻ അവളെ വിളിക്കുന്നൊക്കെ പറഞ്ഞിരുന്ന് ബഹളം വയ്ക്കുവാണേ. പ്രകാശൻ്റെ അമ്മ പറയാനേടാ, നീ പോയതിന് ശേഷം അവളെ തല്ലിക്കൊല്ലാൻ ശ്രമിച്ച് എന്നെ തടഞ്ഞത് ഇവളാടാ. പ്രകാശൻ അങ്ങനെ ഇതൊക്കെ കൊണ്ടുപോയ സാധനങ്ങളൊക്കെ കഴുകിയൊക്കെ കൊടുത്തിട്ട് നേരെ കല്യാണി ഉപദ്രവിക്കാനുള്ള തയ്യാറെടുപ്പിലാണേ. വിക്രത്തിൻ്റെ അടുത്തേക്ക് വരുന്ന ദീപയെ തന്നെ പ്രകാശിൻ്റെ അമ്മ ആട്ടി ഓടിക്കുകയാണ്. എന്നിട്ട് പറയും, വിളിക്കടി നിൻ്റെ മോളേന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ദീപ പറയുന്നുണ്ട്, പ്രകാശേട്ട വേണ്ട പ്രകാശേട്ടാന്ന് പറയുമ്പോൾ പക്ഷേ സമ്മതിക്കാതെ പ്രകാശൻ കിടന്ന് ബഹളം വയ്ക്കുന്നതാണേ. പ്രകാശൻ ഡി എന്ന് പറഞ്ഞ് കിടന്ന് ബഹളം വയ്ക്കുമ്പോൾ കല്യാണി പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. പ്രകാശൻ പറയും, നിൻ്റെ മുഖം കാണുന്ന പോലെ എനിക്ക് ഇഷ്ടമല്ല, ഇങ്ങോട്ട് മാറി നിൽക്കടി എന്ന് പറഞ്ഞിട്ട് വിളിക്കുവാണ്. ദീപ അവർ രണ്ടുപേരുടെ പ്രകാശനെയും കല്യാണിയുടെ ഇടയ്ക്ക് കയറുവാണ്. ദീപയെ തള്ളി മാറ്റിയിട്ട് കല്യാണിൻ്റെ കൈ പിടിച്ച് വലിക്കുകയാണ്. അപ്പോൾ അമ്മ പറയാണ്, പ്രകാശിൻ്റെ അമ്മ പറയും, എടാ കൊണ്ട് പൊടിയെ തള്ളടാ, കൊണ്ട് കൊല്ലടാന്നൊക്കെ പറയണം കേട്ടോ. അപ്പോൾ നേരെ ദീപ ഓടി വന്നിട്ട് പ്രകാശിൻ്റെ കാല് പിടിക്കുക. പ്രകാശേട്ട വേണ്ട പ്രകാശേട്ട എന്ന് പറഞ്ഞ് കാല് പിടിക്കുവാണ്. അവശകനം പിടിച്ചവളെ, ഞാനും എൻ്റെ മോനെ പുറത്ത് പോകുമ്പോൾ നിന്ന് നിഴൽ പോലും കാണരുതെന്നൊക്കെ പറഞ്ഞിട്ട് പ്രകാശം കിടന്നിട്ട് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദീപ പറയുന്നുണ്ട്, പ്രകാശേട്ട മതി പ്രകാശേട്ട വേണ്ട പ്രകാശേട്ട എന്നൊക്കെ പറയുന്നുണ്ട്. പ്രകാശൻ ചിന്തിക്കുന്ന കാര്യങ്ങളായിരുന്നു. ഇതൊക്കെ ചിന്തിച്ച് പ്രകാശൻ അവിടെ ഇരുന്ന് കരയുമ്പോൾ എന്താ അച്ഛാന്ന് കല്യാണി ചോദിക്കുക. അപ്പോൾ പ്രകാശൻ പറയും, പഴയ കാര്യങ്ങൾ ചിന്തിച്ച് പോയി മോളെ. അപ്പോൾ ലക്ഷ്മിയമ്മ പറയാം, പഴയ കാര്യങ്ങളൊന്നും ചിന്തിക്കണ്ടെന്ന് പറഞ്ഞല്ലേ പ്രകാശേട്ടാ എന്ന് പറയുകയാണ്. ഗുരുസ്വാമി പറയും, അതേ മലയ്ക്ക് പോകുന്ന സമയത്ത് ആരുടെയും മനസ്സ് വിഷമിപ്പിച്ചിട്ടല്ല പോകേണ്ടത്, സന്തോഷമായിട്ടാണ് പോയിട്ട് വരേണ്ടത്, അങ്ങനെ വേണം ഭഗവാന്റെ നടയിലേക്ക് ചെല്ലാനെന്ന് പറയുവാണേ. അപ്പോൾ പ്രകാശൻ പറയാം, പല സമയങ്ങളിൽ ഞാൻ മലയ്ക്ക് പോയ സമയത്ത് എൻ്റെ ബന്ധുക്കളെ വിഷമിപ്പിച്ചിട്ടേ പോയിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ കല്യാണി പറയുക, അച്ഛൻ ഇപ്പോൾ വിഷമിച്ചാലും അത് ഞങ്ങൾക്കൊക്കെ വിഷമം ഉണ്ടാക്കും, ഭാര്യക്കായാലും മക്കൾക്ക്. അപ്പോൾ അത് ചിന്തിച്ച് വേണം അച്ഛൻ വിഷമിക്കാതെ പോകണമെന്ന് പറയുകയാണ്. സന്തോഷമായിട്ട് മല ചവിട്ടിയിട്ട് വരണം, പിന്നെ അച്ഛനിപ്പോൾ എന്താണെന്ന് ദൈവത്തിന് പോലും അറിയാമല്ലോ, അതുകൊണ്ട് സന്തോഷമായിട്ട് പോയിട്ട് വരണമെന്ന് പറയുകയാണ് കിരണും. പ്രകാശൻ പറയാണ്, അതെ മലയ്ക്ക് പോകുന്ന സമയത്ത് എന്നെ യാത്രയ്ക്കാൻ ദീപയില്ല, ആ ഒരു വിഷമം മാത്രമേ എനിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് പ്രകാശൻ ഇങ്ങനെ കരയുവാണേ. അപ്പോൾ കല്യാണി പറയാം, അച്ഛൻ അമ്മയെ ഇനി തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ലല്ലോ, അപ്പോൾ അച്ഛൻ അത് മനസ്സിലാക്കി സമാധാനമായിട്ട് പോയിട്ട് വന്ന് കല്യാണി പറയുവാണ്. അപ്പോൾ കാദംബരി പറയാം, അച്ഛൻ ഈ സമയത്ത് ഇതൊന്നും ചിന്തിക്കേണ്ട അച്ഛാന്ന് പറയാം. ആ സമയത്ത് ബൈജു പറയാം, പ്രകാശേട്ട കെട്ട് നിറയ്ക്കും പ്രകാശേട്ടാന്ന് പറയുവാണ്. അപ്പോൾ ശരണം വിളിച്ചിട്ട് പിന്നെ കെട്ട് നിറയ്ക്കുന്ന കേട്ടോ കാണിക്കുന്നത്. ശരണം വിളിയോടൊപ്പം എല്ലാവരും നിന്നിട്ട് പ്രകാശനും രതീഷും പുറം തിരിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുവാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അവർ യാത്രയാകുവാണ്. അപ്പോൾ എല്ലാവരും തൊഴുതുകൊണ്ട് സിറ്റൗട്ടിൽ തന്നെ നിൽക്കുവാണ് കേട്ടോ. കല്യാണിയും ബൈജുവും പ്രകാശനും കാദംബരി ലക്ഷ്മിയും കാർത്തികയും എല്ലാവരും. അങ്ങനെ അവർ വീട്ടിൽ നിന്ന് ഇറങ്ങി തേങ്ങ ഉടച്ച് അങ്ങനെ ഇറങ്ങുവാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇവരെല്ലാവരും സിറ്റൗട്ടിൽ നിൽക്കുന്നുണ്ട്. പിന്നെ അങ്ങ് തിരിഞ്ഞ് നോക്കാതെ അവരങ്ങ് നടക്കുവാണേ. അപ്പോൾ പ്രകാശനും രതീഷും കൂടി കാറിലേക്ക് കയറുവാണ് ചെയ്യുന്നത്. ഇനി അങ്ങ് പോവുകയാണ് കേട്ടോ ഇവർ ചെയ്യുന്നത്. അപ്പോൾ കാറിലെ ഡ്രൈവിംഗ് സീറ്റ് രതീഷ് നിന്ന് പിന്നെ പ്രകാശന് കയറി നിന്നിട്ട് അപ്പോൾ പ്രകാശൻ കണ്ണൊക്കെ തുറക്കുക. അപ്പോൾ രതീഷ് ചോദിക്കുക, എന്താ വെച്ചാൽ ഈ കുട്ടികളെ പോലെ നമ്മൾ നല്ല വഴിക്ക് പോകുമല്ലേ, കരയാതിരിക്കും എന്ന് പറഞ്ഞിട്ട് വണ്ടി എടുക്കുവാണ്. പ്രകാശിൻ്റെ വണ്ടി അങ്ങ് നീന്തി തുടങ്ങിയപ്പം കല്യാണി പറയാം, അച്ഛൻ പഴയ കാര്യങ്ങളൊക്കെ ഓർത്താണ് വിഷമിക്കുന്നതെന്ന് തോന്നുന്നു എന്ന് പറയുന്നു. ഓർക്കാൻ കുറേ കാര്യങ്ങൾ കാണും. അപ്പോൾ കല്യാണി പറയാം, അച്ഛൻ ഓർത്ത് എന്താണെന്ന് ഞാൻ പറയാം. ഒരു ശബരിമല സീസണിൽ വിക്രത്തിനെയും കൊണ്ട് പോയ സമയത്തുണ്ടായ കാര്യങ്ങളൊക്കെ പ്രകാശൻ കണ്ട അതേ കാര്യങ്ങൾ കല്യാണി പറയുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും അത്ഭുതത്തോടെ നിൽക്കുവാണ്. കാർത്തിക പറയാം, പണ്ട് പെൺകുട്ടികളെ വെറുക്കുന്ന അച്ഛനായിരുന്നു, ഇന്ന് പെൺകുട്ടികളെ സ്നേഹിക്കുന്ന അച്ഛൻ, അത് തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടെന്ന് പറയുകയാണ് കാർത്തികയും. പിന്നീട് കാണിക്കുന്ന ജയിലാണ് കേട്ടോ. ജയിലിൽ രാഹുൽ എന്തോ വെട്ടിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് വിക്രം വന്നിട്ട് അങ്കിളേന്ന് പറഞ്ഞ് വിളിക്കുക. നീ വന്നോടാന്ന് ചോദിച്ചിട്ട് രാഹുൽ ഇങ്ങനെ തലപൊക്കി നോക്കുവാണ്. എൻ്റെ കൂട്ടുകാരൻ കോഴിക്കോട് കാണൊരു മോഷണം നടത്തിയെന്ന് പറഞ്ഞ് എന്നെ പിടിച്ചുകൊണ്ട് പോയത് ഞാൻ അറിയാത്ത കാര്യം അങ്കിളേന്ന് പറഞ്ഞിട്ട് വിക്രം പറയുവാണ് കേട്ടോ. പോലീസ് കസ്റ്റഡിയിൽ വന്ന് എല്ലാവരും പെരുമാറുമായിരുന്നു എന്ന് പറയുമായിരുന്നു വിക്രം. അപ്പോൾ വിക്രം അവിടെ ഇരിക്കുമ്പോൾ അതിൻ്റെ സൈഡിൽ വന്നിട്ട് രാഹുൽ ഇരിക്കുവാണ്. രാഹുൽ ചോദിക്കട്ടെ, നീ മോഷണം നടന്നപ്പോൾ നീ ജയിലിലല്ലായിരുന്നു, പിന്നെ എങ്ങനെ? അപ്പോൾ പിന്നെ വിക്രം പറയാം, അതല്ല, അന്ന് ഞാൻ പരോളിൽ ഇറങ്ങിയ സമയത്താണ് മോഷണം നടന്നത്, അതുകൊണ്ടാണ് പിന്നെ എന്നെ പിടിച്ചുകൊണ്ട് പോയെന്ന് പറയുവാണ്.
പിന്നെ അങ്കിളെ നമ്മൾ ഒരിക്കൽ ജയിൽ പുള്ളിയായി പിന്നെ എപ്പോഴും നമ്മൾ ജയിൽ പുള്ളിയൊക്കെ ആയിരിക്കും. കാരണം നമ്മൾ പുറത്ത് പോയിട്ട് ഒന്ന് നന്നാവാൻ ശ്രമിച്ചാൽ പോലും ആരും നന്നാക്കില്ല. ഏതെങ്കിലും ഒരു കേസ് വന്നാൽ അപ്പോൾ നമ്മളെ പിടിച്ചകത്തിടും. അപ്പോൾ രാഹുൽ ചോദിക്കുകയാണ്, നീ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞോന്ന് ചോദിക്കുമ്പോൾ ഇല്ല അങ്കിളെ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുവാണ് വിക്രം. എടാ ഞാൻ ഒരുത്തന്നെ തല തല്ലി പൊടിച്ചു എന്ന് പറയുമ്പോൾ മനോഹറിൻ്റെ ആണോ, എന്നിട്ട് അവൻ ചത്തോന്ന് ചോദിക്കുമ്പോൾ ഇല്ലടാന്ന് പറയുവാണ് രാഹുൽ. കുറച്ച് സമയം കൂടി ചോര വാർന്നു പോയിരുന്നെങ്കിൽ അവൻ ചത്തുപോയിരുന്നു. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചുകൊണ്ട് അവൻ ജീവൻ അപായപ്പെട്ടിട്ടില്ല എന്ന് അറിയുന്നതെന്ന് പറയുമ്പോൾ വിക്രം ചോദിക്കുക അത് കഷ്ടമായി പോയല്ലോ എന്ന് ചോദിക്കുമ്പോൾ രാഹുൽ ചോദിക്കുക കഷ്ടമായി പോയെന്ന് എന്തുവാടാ. എന്തായാലും സരയിനും സന്തോഷമായി കാണും. കാരണം അങ്കിളൊന്നും ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നല്ലേ. എന്തായാലും സരയും ഹാപ്പിയായി കാണുമെന്ന് പറയുവാണ് വിക്രം. രാഹുൽ പറയും ശിക്ഷയുടെ അളവ് കുറച്ച് കൂട്ടിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ വിക്രം പറയും അത് സാരയില്ലെങ്കിലേ നമ്മൾ തീർക്കാനുള്ളവരുടെയൊക്കെ രീതി തീർത്ത് കളയണം. അത് ശിക്ഷ എത്ര കൂടിയാലും അത് സാരയില്ല കിളി എന്ന് പറയുവാണ്. പിന്നീട് കാണിക്കുന്ന ഹോസ്പിറ്റലാണ്. ഹോസ്പിറ്റലിൽ മനോഹറിനെ വീൽ ചെയറിൽ കൊണ്ടുവരുന്ന കേട്ടോ കാണിക്കുന്നത്. നേഴ്സും ഡോക്ടറും കൂടെയുണ്ട്. വീൽ ചെയർ റൂമിലോട്ട് കൊണ്ടുവന്നിട്ട് റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ റൂമിൽ വന്ന് ബെഡിൽ കിടക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ മനോഹർ. അപ്പോൾ ഡോക്ടർ പറയും കുറച്ച് ദിവസം കൂടി ഇവിടെ കഴിഞ്ഞാൽ മതി, അത് കഴിയുമ്പോൾ ജയിലിലേക്ക് പോകാം, അവിടെ ഡ്രസ്സ് ചെയ്യാനുള്ള സംവിധാനങ്ങളും ഡോക്ടർമാരൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് പോകാമെന്ന് പറയുവാണ്. അപ്പോൾ ഡോക്ടർ നേഴ്സിനോട് പറയണേ ആര് ഇയാളെ കാണാൻ വന്നാൽ ശ്രദ്ധിച്ചിട്ട് അകത്ത് കയറ്റാൻ പറ്റുള്ളൂ, പിന്നെ തലവേദന വല്ലതും ഉണ്ടെങ്കിൽ പറയണേ മനോഹർ, അതിനുള്ള മെഡിസിൻസ് കാര്യങ്ങളൊക്കെ തരാമെന്ന് പറയുവാണ്. കാണിക്കുന്ന കല്യാണി കാദംബരിയും കാർത്തികയും ലക്ഷ്മിയമ്മ ഇരിക്കുമ്പോൾ കല്യാണി പറയും ഞാൻ എന്തുകൊണ്ട് അങ്ങനെ ഒരു സ്വപ്നം കണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, കാടിനകത്തായിരുന്നു. അപ്പോൾ ആ സ്വപ്നത്തെ പറ്റി പറയുവാണേ. നാട്ടിൽ ജീവിക്കുന്ന പെൺകുട്ടി തന്നെയാണത്. കിരണേട്ടനെ നോക്കിയാണ് അവൻ അമ്പ ചെയ്തത്. അത് നെഞ്ചിൽ തുളച്ച് കയറുന്നതും കണ്ടു. അപ്പം മുതൽ എനിക്ക് വല്ലാത്തൊരു ടെൻഷനാണെന്നൊക്കെ കല്യാണി പറയുവാണ്. അപ്പോൾ കിരൺ അങ്ങോട്ട് വന്നിട്ട് പറയണേ നീ ഇനി അതും കൂടി പറഞ്ഞ് എല്ലാവരെയും അങ്ങ് പേടിപ്പിക്കുമെന്ന് പറയുവാണ്. അപ്പോൾ ലക്ഷ്മിയമ്മ അവിടെ നിന്ന് എഴുന്നേറ്റ് പറയണേ മോനെ ഗംഗപ്രസാദിനെ കൊണ്ട് ചിലപ്പോൾ ചിന്തിച്ചിട്ട് കിടന്നിട്ടായിരിക്കും മോൾ ഇങ്ങനെയുള്ള സ്വപ്നങ്ങളൊക്കെ കണ്ടത്. പക്ഷേ എങ്കിലും അത് തള്ളിക്കളയാൻ പറ്റില്ല, കാരണം ഗംഗപ്രസാദിൻ്റെ ബോഡി നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് പറയുവാണ്. അപ്പോൾ കാർത്തിക പറയുക കിരണെ വേറൊന്നും കൊണ്ട് പറയുന്നതല്ല, പണ്ടൊരിക്കൽ ചെന്നൈയിൽ വെച്ചൊരു ചേരിയിലെ ആൾക്കാർ വെട്ടി നുറുക്കി റെയിൽവേ ട്രാക്കിൽ കൊണ്ടിട്ടതാണ്. ട്രെയിൻ കയറി ചത്തു എന്ന് വരെയും പറഞ്ഞവനാണ്, അവൻ വീണ്ടും ഉയർത്തെഴുന്നേറ്റവനാണ്. അതുകൊണ്ടാണ് എനിക്ക് പേടിയെന്ന് പറയുവാണ് കാർത്തിക. പറയണ ഞാൻ അവനെ കൊന്നൊന്നും അല്ല, അങ്ങനെയൊന്നും മനസ്സിലാവരിക്കും മാണ്ടടെന്ന് പറഞ്ഞിട്ട് പരസ്യമൊക്കെ എല്ലായിടത്തും ഒട്ടിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ കാർത്തിക പറയാം അത് പലവട്ടം അവരെ പിടിയിട്ട പുള്ളിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്, അതിൽ നിന്നൊക്കെ വന്ന് തീർന്നു രക്ഷപ്പെട്ടവരാണ്. അപ്പോൾ ലക്ഷ്മിയും പറയാം നിങ്ങളുടെ മുമ്പിൽ എന്ത് നൈസായിട്ട് അഭിനയിച്ച് അവൻ നിന്നത്, അപ്പോൾ അതുകൊണ്ട് അവനൊരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല, അവൻ ഉയർത്തെഴുന്നേക്കാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് ഇവരെല്ലാവരും പറയുന്നത് കേട്ടോ. അപ്പോൾ കിരണും ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്നതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് എന്തൊക്കെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് കണ്ടിരുന്ന് കാണാം അല്ലേ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.